പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിജയിച്ചു കയറിയ റായ്ബറേലി മണ്ഡലത്തിൽ ഒരുപാട് നുഴഞ്ഞുകയറ്റക്കാരാണ് ഉള്ളത്. മുഹമ്മദ് ഷീഷാൻ, റിയാസ്, സുഹൈൽ ഖാൻ, വിജയ് സിംഗ് തുടങ്ങിയ ഒരുപാട് ആളുകളെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അതായത് ഈ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ പേരുകളുണ്ടല്ലോ, അവരെ അറസ്റ്റിലായിട്ടുണ്ട്. അവരെ UP പോലീസ് അറസ്റ്റ് ചെയ്തത് 52,000 വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി എന്ന കുറ്റത്തിലാണ്. ഇവർ നുഴഞ്ഞുകയറ്റക്കാരല്ല, ഇവർ ആ മണ്ഡലത്തിലുള്ളവരാണ്. പക്ഷെ ഇവർ 52,000 വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തു. ആർക്ക് വേണ്ടി? റോഹിംഗ്യകൾക്കും ബംഗ്ലാദേശികൾക്കും വേണ്ടി. കടുത്ത രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. UAPA ചുമത്തും എന്നാണ് ഞാൻ കേട്ടത്. അതായത് റോഹിംഗ്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒരുപാട് പേര് ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവർക്ക് വേണ്ടി വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനാണ് ഈ 4 പേര് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ ഈ അവസാനം പറഞ്ഞ ആള് VDO ആണ്, ഉദ്യോഗസ്ഥനാണ്. അതായത് വിജയ് സിംഗ് യാദവ്. ബാക്കി 3 പേര് അവിടെ ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ യോഗി സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. അതായത് റായ്ബറേലിയിൽ 52,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു. ഇത് ഉപയോഗിച്ച് നിരവധി ക്രിമിനലുകൾ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി എന്നാണ്. റായ്ബറേലിയിൽ വെച്ച് നിർമ്മിച്ചു കൊടുത്ത വ്യാജജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇവർ ഇന്ത്യയിലെമ്പാടും കറങ്ങി നടക്കുകയാണ്. ഇതാണ് ഇവരെ ഇനി കണ്ടെത്തണം. അപ്പോൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളെല്ലാം റദ്ദാക്കും എന്ന് യോഗി പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം ഈ അവർ അതിൻ്റെ എവിടെയാണ് ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് തുടങ്ങിയ ഒരുപാട് വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. 11 ഗ്രാമങ്ങളിലാണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചത് പാൽഹിപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. 13,707 വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു. അതുപോലെ 10,151 സർട്ടിഫിക്കറ്റുകൾ നൂറുദ്ദീൻപൂരിൽ നിർമ്മിച്ചു. 9,393 വ്യാജ സർട്ടിഫിക്കറ്റുകൾ പൃഥ്വിപൂരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും അന്വേഷണം പുരോഗമിക്കുകയാണ്, ഇനിയും കണ്ടെത്താനുണ്ട്. ഈ 52,000 വ്യാജ സർട്ടിഫിക്കറ്റുകൾ, ജനന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നവർക്ക് വോട്ടേഴ്സ് ID ഉണ്ടാക്കാനും സാധിക്കുമല്ലോ? തീർച്ചയായിട്ടും സംശയിക്കപ്പെടേണ്ടതാണ്. അവർക്ക് വോട്ടേഴ്സ് ID, വ്യാജ വോട്ടേഴ്സ് IDയും നിർമ്മിച്ചു കൊടുത്തിരിക്കാം. തുടരന്വേഷണം നിന്ന് മാത്രമേ നമുക്ക് ആ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ. എന്തായാലും ഭരണകൂടവും പോലീസും വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കും യോഗിയുടെ പോലീസ് എന്ന് നമുക്ക് കരുതാം. കേസുമായി ബന്ധപ്പെട്ട് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ATS പ്ലസ് NIA, കേന്ദ്രത്തിൻ്റെ NIAയും UP പോലീസിലെ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡും രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇതിപ്പോൾ അന്വേഷിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ റോഹിംഗ്യകളിൽ തീവ്രവാദികൾ വന്നിട്ടുണ്ടോ, ബംഗ്ലാദേശിൽ നിന്ന് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ, സ്ലീപ്പർ സെല്ലുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ATSൻ്റെയും NIAയുടെയും സംയുക്ത അന്വേഷണം നടക്കുന്നത്. ഇരിക്കട്ടെ, ഇതിനെ സംശയിക്കാൻ ഒരു കാരണമുണ്ട്. ഇത് വെറുതെ പോയി ഒരു സുപ്രഭാതത്തിൽ ചെന്ന് പിടിച്ചതല്ല പോലീസ്. 2024 ജൂലൈയിൽ ചില ഗ്രാമങ്ങളിലെ ജനസംഖ്യ കണക്കെടുത്തു. ആ ജനസംഖ്യയേക്കാൾ കൂടുതൽ ജനന സർട്ടിഫിക്കറ്റുകൾ അവിടെ കണ്ടെത്തി. അപ്പോഴാണ് ഇത് അന്വേഷിക്കാൻ തുടങ്ങിയത്. ഈ കാര്യം, ഈ അപകടം, ഇങ്ങനൊരു കുഴപ്പം ഇവിടെ നടക്കുന്നുണ്ടെന്ന് അധികൃതർക്ക് മനസ്സിലായത് അപ്പോഴാണ്. ജില്ലാ ഭരണകൂടം ഉടനെ തന്നെ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചു. വളരെ പെട്ടെന്ന് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തു. ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നു. ഇതിൻ്റെ പുറകിൽ സത്യത്തിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ റായ്ബറേലി രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമല്ലേ? അതെ. അദ്ദേഹം അവിടുന്ന് വലിയ ഭൂരിപക്ഷത്തിനൊക്കെ തോറ്റു, പിന്നീട് ജയിച്ചു. അത് അമേഠിയിലാണ് അദ്ദേഹം ആദ്യം തോറ്റത്. ഉത്തർപ്രദേശിൽ തോറ്റു, ഒരു സ്ഥലത്ത് അമേഠിയിൽ തോറ്റു. സ്മൃതി ഇറാനി കനത്ത പരാജയം 2019 ഉണ്ടായി. അത് കഴിഞ്ഞ് 2024 മണ്ഡലം മാറി റായ്ബറേലിയിൽ വന്നു നിന്നു. അമ്മയുടെ മണ്ഡലമാണ്. പണ്ട് അവിടുന്ന് ഇന്ദിരാഗാന്ധി മത്സരിച്ചിരുന്നു, രാജീവ് ഗാന്ധി മത്സരിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ പലരും മത്സരിച്ചിരുന്നു. അവിടെ പിന്നീട് സോണിയയാണ് മത്സരിച്ചത്. ആ സോണിയ മാറിക്കൊടുത്തിട്ട് മകന് വേണ്ടി മാറിക്കൊടുത്തു. രാഹുൽ അവിടെ മത്സരിച്ചു. ഈ രാഹുലിന്റെ വിജയം ആധികാരികമാണോ? സംശയിച്ചൂടെ? സംശയിക്കാം. ഇത്തരം വാർത്തകൾ വരുമ്പം തീർച്ചയായിട്ടും നമ്മൾ സംശയിക്കേണ്ടതാണ്.
തീർച്ചയായിട്ടും. കാരണം ജനന സർട്ടിഫിക്കറ്റ് ഇത്രയും 52,000 ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ളവർക്ക് വോട്ടേഴ്സ് ID ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്, പാട്? ഇതിനകത്ത് ഇവർ ഈ കോൺഗ്രസ് നാഴികയ്ക്ക് 40 വട്ടം EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറയും. ഈ കുറ്റം പറയുന്നത് ഇതുപോലെയുള്ള കുഴപ്പങ്ങൾ മറച്ചു വയ്ക്കാനാണോ എന്നാണ് ഞാനിപ്പോൾ സംശയിക്കുന്നത്. എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. ഇത് ഒരു ചെറിയ നാടകമല്ല. ഇതിപ്പോൾ ഇത്രയും പേര് നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ എത്ര ആൾക്കാരിങ്ങനെ ഈ 52,000 വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വെറുതെ ഉണ്ടാക്കി ചുമ്മാ അവിടെ മേശപ്പുറത്ത് അടിക്ക് കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടാക്കുമോ? ഇല്ലല്ലോ. ഇത് ആർക്കോ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 52,000 പേര് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 52,000 പേര് രാജ്യത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എവിടെയെല്ലാം പോയി എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കും? ഈ BJPയെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും MP-മാരുടെ മണ്ഡലത്തിൽ ഇത്തരം ഇതുവരെ വിവരങ്ങൾ വന്നിട്ടില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവർ UP-ലെമ്പാടും എന്ന് മാത്രമല്ല രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും എല്ലാ ജില്ലാ ഭരണകൂടങ്ങളിലേക്കും അവർ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ, കാരണം NIA ഇല്ലെങ്കിൽ കേസ് വരത്തില്ലല്ലോ. NIA കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ അന്വേഷണം എത്തും. കേരളത്തിൽ ഇങ്ങനെ എത്ര പേരുണ്ടെന്ന് കണ്ടെത്താൻ പോവുകയാണ് ഇപ്പോൾ. ഈ അന്വേഷണം മുറുകയാണെങ്കിൽ കൃത്യമായിട്ട് കണ്ടെത്താൻ സാധിക്കും. കാരണം ബംഗ്ലാദേശികൾ ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഒളിച്ചു കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇപ്പോൾ കേരളമാണ്. ഇവിടെ ഒരു അന്വേഷണവും ഇല്ല, ഒരു പരിപാടിയും ഇല്ല. കൃത്യമായിട്ട് ആർക്കും ഇവിടെ വന്ന് കൂലിപ്പണി എടുത്ത് അതിന്റെ മറവിൽ അങ്ങ് കഴിയാം. അതെ, അന്യസംസ്ഥാന തൊഴിലാളികൾ പലരും വരുന്നുണ്ട്. അങ്ങനെ പറയരുത്. അല്ലല്ല, അങ്ങനെ പറയരുത്. അന്യസംസ്ഥാന തൊഴിലാളിയല്ല, അതിഥി തൊഴിലാളികളാണ്. അയ്യോ, അവരെ ബഹുമാനിക്കണം. നിങ്ങൾക്കെതിരെ കേസെടുക്കും, സൂക്ഷിച്ചോ. അവരെ ബഹുമാനിക്കണം. എത്രമാത്രം കുറ്റക്കാരാണെങ്കിലും അവരെ അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് തന്നെ വിശേഷിക്കണം. അപ്പൊ അത്തരം അതിഥി തൊഴിലാളികളുടെ രേഖകൾ കൃത്യമായിട്ട് നമ്മളെ സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നില്ല. ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഒരുപാട് കേസുകൾ, കുറ്റകൃത്യത്തിന്റെ ഒരുപാട് കേസുകളിൽ പങ്കാളികളാവുന്നത് ഈ അതിഥി തൊഴിലാളികളാണ്. ഇപ്പം തന്നെ നമുക്കറിയാലോ, കൊച്ചു കുട്ടികൾ പല സ്ഥലത്തും ഇപ്പം ബംഗാളിൽ നിന്നും മറ്റുമൊക്കെ കുടുംബസമേതം ഇവിടെ വന്ന് ജീവിക്കാൻ വേണ്ടി ജോലിയെടുക്കുന്ന പാവങ്ങളുണ്ട്. ഒരുപാട് പേരുണ്ട്. അവർ കുടുംബസമേതമാണ് വരുന്നത്. ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ വാടകയ്ക്ക് ഒരു വീട് തപ്പിയെടുത്ത് അവിടെ താമസിച്ച്, അല്ലേ? അങ്ങനെയല്ലേ ആലുവയിൽ ഒരു കുട്ടി ഇപ്പോൾ കൊല്ലപ്പെട്ട, അല്ലേ? എത്ര കുട്ടികളുടെ കാര്യമാണ് നമ്മളെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത്, അല്ലേ? എന്തൊരു ഭീകരമായ അവസ്ഥ. ഇതൊക്കെ ഇത്തരം ക്രിമിനലുകളെ ഇവിടെ വരാനും അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഒക്കെ ഇവിടെ ആളുണ്ടെന്നേ. അതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഇവരെ ഈ അതിഥി തൊഴിലാളി, എന്ത് തൊഴിലാളി? എങ്ങനെ ഇന്ത്യക്കകത്തുള്ള ഒരാൾ, നിങ്ങൾ നാളെ ചെന്നൈയിൽ പോയി, അവിടെ ചെന്നാൽ നിങ്ങൾ ചെന്നൈയുടെ അതിഥിയാണോ? നമ്മൾ എങ്ങനെയാണ് അതിഥിയാകുന്നത്? സംസ്ഥാന സർക്കാർ, ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഒരാളെ ആദരിക്കാൻ വേണ്ടി വിളിക്കുന്നു. അദ്ദേഹം ഒരു VIP ആണ്. അദ്ദേഹത്തിന് ഇവിടെ വരുമ്പം അദ്ദേഹത്തിനെ ആതിഥ്യ മര്യാദയോടുകൂടി സ്വീകരിക്കണം. അദ്ദേഹം നമ്മുടെ സർക്കാരിൻ്റെ അതിഥിയാണ്. ഒരു മതമേലധ്യക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഒരു ഉയർന്ന പത്മശ്രീ നേടിയ ഒരാൾ, പത്മഭൂഷൺ നേടിയ ഒരാൾ വരുന്നു, അദ്ദേഹം നമ്മുടെ അതിഥിയാണ്. അദ്ദേഹത്തെ സർക്കാർ അതിഥിയായിട്ടാണ് സ്വീകരിക്കുന്നത്, അല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ മാത്രം ഒരിതല്ല അത്. ഈ തൊഴിലാളികൾ ഇവിടെ വരുന്നത് കൂലിപ്പണിയെടുക്കാനാണ്. അവർ വന്ന് അവരെ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറയണ്ട, ഇതര സംസ്ഥാന തൊഴിലാളി എന്ന് പറയാമല്ലോ, ബംഗാളി എന്ന് പറയാമല്ലോ, മലയാളി എന്ന്. നമ്മൾ ഗുജറാത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്നവരെ നമ്മളെ വിളിക്കുന്നത് മലയാളി. ഇപ്പം പിന്നെ കുറച്ച് ട്രോളി വിളിക്കും, മല്ലൂസ് എന്ന് വിളിക്കാറുണ്ട്. പോട്ടെ, അതൊക്കെ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ്റെ ചില പ്രയോഗങ്ങളാണ്. ഈ നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ ലോകമെമ്പാടും പല വലിയ രാജ്യങ്ങളും കടുത്ത രീതിയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക 17,000 പേരെ തിരിച്ചയക്കാൻ എല്ലാ രേഖകളും റെഡിയാക്കി വെച്ചിരിക്കുക. ശരിയാണ്, അമേരിക്ക ഒരുപാട് പേരെ, ഹിന്ദുക്കളടക്കം അതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഇപ്പൊ അമേഠിയിൽ നിന്നാണ്, റായ്ബറേലിയിൽ നിന്നാണ് ഈ വാർത്ത വരുന്നത്. അത്രയോ ആളുകൾ അവിടെ നുഴഞ്ഞു കയറിയ, ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യയിൽ നിന്നും നുഴഞ്ഞു കയറിയ ആളുകളുണ്ടെന്ന്. ഇത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുമുള്ള കരുതലോ വിഷനോ കോൺഗ്രസിനില്ല എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം തന്നെയല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഉദാഹരണമാണ്. കോൺഗ്രസിന് രാജ്യസുരക്ഷ ഒരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് വോട്ട് കിട്ടണം, ഞങ്ങൾ ജയിക്കണം, ഞങ്ങൾക്ക് ഭരിക്കണം, പരമ്പരയായിട്ട് ഞങ്ങൾക്ക് ഭരിക്കണം. ഇന്നലെ എൻ്റെ അപ്പൂപ്പനായിരുന്നു, അത് കഴിഞ്ഞ് അമ്മുമ്മയായി, അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ അച്ഛൻ ഭരിച്ചു, പിന്നെ അമ്മ ഭരിച്ചു, ഇപ്പം ഞാൻ ഭരിക്കുന്നു, നാളെ എൻ്റെ മക്കൾ ഭരിക്കും. ഇങ്ങനെ പോകുന്ന ഒരു പാരമ്പര്യവാദത്തിൻ്റെ
ഒരു അധപ്പതിച്ച രൂപമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ഇത് രാജ്യസുരക്ഷയ്ക്ക് വലിയ ദോഷം ചെയ്യും. തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ നിലപാടിൽ നിന്ന് മാറണം, ഇല്ലെങ്കിൽ ജനം കോൺഗ്രസിനെ തൂത്തെറിയും. മറ്റൊരു കാര്യം, ഇപ്പം എന്തായാലും ATS അന്വേഷിക്കുകയാണ്. UP ATS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ATS പോലെയൊന്നുമല്ല. കിട്ടിയ അവരപ്പം തന്നെ പിടിച്ചകത്താക്കും, ഏറ്റവും നല്ല വകുപ്പും ചുമത്തും. ഇല്ല, അവരെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അവർ ഷൂട്ട് ചെയ്യും. അവിടെ അതിനൊന്നും യാതൊരു മടിയുമില്ല. യോഗിയുടെ പോലീസിന് ആ ധൈര്യമുണ്ട്. എന്തായാലും UP യിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്, ഒരു സംശയവുമില്ല. രാജ്യത്തെമ്പാടും സുരക്ഷ വർദ്ധിപ്പിക്കണം. ഏറ്റവും താഴെത്തട്ടിൽ വരെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. പുറത്തുള്ള ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷെ അകത്തുള്ള ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു വലിയ ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസും അധികാരികളും ഉണർന്ന് പ്രവർത്തിക്കും. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിന്റെ ഭാഗത്ത് നിന്ന് ഇല്ല, ഒരു പ്രതികരണവും വന്നിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. കോൺഗ്രസ് തന്നെ ഒന്നും മിണ്ടിയിട്ടില്ല, പിന്നെയല്ലേ രാഹുൽ. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. യോഗി അവിടെ ഉള്ളിടത്തോളം കാലം, യോഗിയുടെ ഭരണം നടക്കുന്നിടത്തോളം കാലം ഈ പിത്തലാട്ടമൊന്നും നടക്കില്ല. യോഗി എല്ലാത്തിനെയും ക്ലിപ്പിടും, എല്ലാത്തിനെയും ഇരുമ്പഴിക്കുള്ളിലാക്കുകയും ചെയ്യും. കൃത്യമായി വിചാരണ നടത്തി ശിക്ഷയും കൊടുക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം. റോഹിംഗ്യകളുടെയും ബംഗ്ലാദേശികളുടെയും എണ്ണം എത്രയുണ്ടെന്ന് വരും നാളുകളിൽ അറിയാൻ പറ്റും.